ഇന്നത്തെ ലഘു ചിന്തയ്ക്കായിട്ട് ആദ്യ ഭാഗമാണ് എടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിൽ പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ മാർത്ത ശുശ്രൂഷ ചെയ്തു, ലാസറു പന്തിയിലിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം വളരെ വ്യത്യസ്തമായിട്ടാണ് മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് ഈ കാര്യം രേഖപ്പെടുത്തി. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിലും ഈ സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പേരില്ല, പാപിനിയായ സ്ത്രീ എന്നാണ് പറയുന്നത്. ഈ ഭാഗത്താണ് മറിയ എന്ന പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർത്തയും ലാസറും ഉള്ളപ്പോൾ അവരുടെ സഹോദരിയായ മറിയ എന്ന ഒരു വിശദീകരണം ഇതിനുണ്ട്. ഇത് മാർത്തയുടെയും ലാസറിൻ്റെയും ഭവനത്തിലാണ് എന്നൊരു ധ്വനി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിലും ബഥാനിയിലെ ഷീമോൻ എന്ന കുഷ്ഠരോഗിയുടെ ഭവനത്തിലാണ് യേശു പോയത് എന്ന് മറ്റ് സുവിശേഷങ്ങൾ വിവരിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ പലതാകാം, അല്ലെങ്കിൽ ഒന്നാകാം, വിവരണങ്ങളിലോ വ്യത്യാസമാകാം. എങ്കിലും ഓരോ സംഭവത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇവിടെ മറിയ അവിടെ ശുശ്രൂഷ ചെയ്യുന്നു, മറ്റാരെയും ശ്രദ്ധിക്കുന്നില്ല. ലാസർ പന്തിയിലുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ലാസറിന് പന്തിയിലുണ്ട് എന്ന കാര്യം നോട്ട് ചെയ്യാനുള്ള കാരണമുണ്ട്. കാരണം യേശു വന്നതിനേക്കാൾ അവിടെ ആളുകൾ പ്രാധാന്യം കൊടുത്തിട്ട് മരിച്ച് കല്ലറയിൽ 4 ദിവസം വെച്ച് ഏകദേശം നാറ്റം വയ്ക്കാനായിട്ട് തുടങ്ങിയ ആ മനുഷ്യനെ ഉയർപ്പിച്ചു. കല്ലറയിലിരുന്ന മനുഷ്യൻ പുറത്തു വന്നു, അവൻ ജീവൻ വെച്ചു, അവനിതാ ഭക്ഷണം കഴിക്കാനായിട്ട് പന്തിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ അവനെ കാണാനാണ് കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത്. സുവിശേഷത്തിൽ തന്നെ മറ്റു പല ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞ് വീണ്ടും വന്നൊരാളെ കാണാൻ ഒരുപാട് ആളുകൾ കൂടി വരുന്നുണ്ട്. ഇവിടെ ലാസർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ്, അങ്ങനെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ലാസറോ അവനോടുകൂടെ പന്തിയിലിരിക്കുകയായിരുന്നു. അതാണ് അവിടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ധാരാളം ആളുകൾ വന്നുകൂടിയ പന്തി. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീയുടെ പേര് വളരെ വ്യക്തമല്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ പേര് പ്രസക്തിയില്ല, മറിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രസക്തമായിട്ടുള്ളത്. നമുക്ക് പഠിക്കുവാനുള്ള ഒരു പാഠം, ഈ സ്ത്രീയിൽ നിന്ന് പഠിക്കുവാനുള്ള ഒരു പാഠം, അല്ലെങ്കിൽ ശമരിയക്കാരനിൽ നിന്ന് പഠിക്കുവാനുള്ള ഒരു കാര്യം, നന്മ പ്രവർത്തിച്ച ആളുകളിൽ നിന്ന് പഠിക്കുവാനുള്ളൊരു കാര്യം, പേരല്ല പ്രധാനപ്പെട്ടത്, പ്രവൃത്തിയാണ് പ്രധാനപ്പെട്ടത്. 2 ചില്ലിക്കാശ് ഭണ്ഡാരത്തിലത്തെ സ്ത്രീയുടെ പേര് പോലും ഇല്ല. പക്ഷേ പേരിൽ പ്രസക്തിയില്ല. നമ്മുടെയൊക്കെ പേര് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ നമ്മുടെ പ്രവൃത്തിയാണ് പ്രധാനമായിട്ടുള്ളത് എന്നൊരു ചിന്ത നമുക്കിതിൽ നിന്ന് ഒന്നാമതായിട്ട് കിട്ടും. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ പേരിൽ കാര്യമില്ല, പേരുണ്ടാക്കാനായിട്ട് നാം നോക്കുന്നതിൽ കാര്യമില്ല. എന്താണോ നാം ചെയ്ത പ്രവൃത്തി, ആ പ്രവൃത്തിയിലാണ് കാര്യം എന്ന് ഈ സ്ത്രീ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ പ്രധാനമായിട്ട് ഒരു ചർച്ച എന്ന് പറയുന്നത് അവൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് വിമർശിക്കുന്നതാണ്. വിലയേറിയ സ്വച്ഛജടമാംസി തൈലമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വിലയേറിയ സ്വച്ഛജടമാംസി തൈലം, ഇത്രയും വിലയുള്ള തൈലം ഇതുപോലെ അൺവർത്തിയായിട്ട്, ഒരു വർത്ത്ലെസ് ആക്റ്റായിട്ട്, യാതൊരു മൂല്യവുമില്ലാത്ത പ്രവൃത്തിയായിട്ട്, ഒരു പാഴാക്കലാക്കി ആളുകൾ കണ്ടു. ആളുകൾ എന്ത് കണ്ടു എന്നത് മറിയയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ലൂക്കോസിൻ്റെ ഭാഷയിൽ ആ പാപിനിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമേ അല്ല. മറ്റുള്ളവർ തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് എങ്ങനെ കരുതുന്നു എന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല. മറിച്ച് തൻ്റെ മനസ്സിലുള്ള ശുദ്ധി എന്താണ്, തൻ്റെ മനസ്സിലുള്ള ഉദ്ദേശശുദ്ധി എന്താണ്, ദൈവം കാണുമ്പോൾ എൻ്റെ പ്രവൃത്തി എങ്ങനെ ദൈവം മനസ്സിലാക്കുന്നു എന്നൊരു ചിന്തയിൽ മറ്റുള്ളവർ എങ്ങനെ വിചാരിക്കും എന്നുള്ളത് പ്രസക്തമേ അല്ല. പലപ്പോഴും നമ്മൾ പലതും ചെയ്യാതിരിക്കുന്നതും പലതും ചെയ്യുന്നതും മറ്റുള്ളവർ പറയുന്നതിന് വേണ്ടിയാണ്, മറ്റുള്ളവർ പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഈ സ്ത്രീ അതിനൊരു വലിയൊരു മോഡലാണ്. യേശു പറയുന്നത് അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. മറ്റുള്ളവർ പറഞ്ഞത് വർത്ത്ലെസ് ആക്ട്, ഒരു ഉപയോഗമില്ലാത്ത പ്രവൃത്തി. യേശു പറഞ്ഞത് എ വർത്തി ആക്ട്, വർത്തി ഹാർട്ട്. എത്ര നന്മയുള്ള ഒരു ഹൃദയമാണ് അവൾക്ക് ഉള്ളത്. മറ്റുള്ളവരുടെ പൈസ എങ്ങനെ ചിലവാക്കണം എന്ന് ഉപദേശിക്കാൻ എല്ലാ മനുഷ്യർക്കും വലിയ വ്യഗ്രതയാണ്. അംബാനിക്ക് അങ്ങനെ ചെയ്തുകൂടെ? ഈ പള്ളിയിലുള്ള ധനാഢ്യനായ ഒരു മനുഷ്യന് അങ്ങനെ ചെയ്തുകൂടെ? സാധാരണ ഈ ചില പള്ളികളിലൊക്കെ ഡൊണേഷൻ ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ ഇടാറുണ്ട്. ഡൊണേഷൻ ലിസ്റ്റ് നോട്ടീസ് ബോർഡിലിട്ടാൽ അവിടെ ആളുകൾ തിരക്ക് കൂട്ടാറുണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ട്. അവരാരും നോക്കുന്നത് സ്വന്തം ഡൊണേഷൻ വന്നോ എന്നുള്ളതല്ല, അത് മാത്രമല്ല
ഇന്ന വീട്ടിലെ ഇന്നയാൾ എത്രയാണ് ഇട്ടത്, അയാൾ 25,000 രൂപയായിട്ട്, അയാൾക്ക് 2 ലക്ഷം കൊടുക്കാം, വെറുതെ കണ്ടോ അയാൾ 25,000 ഇട്ടിരിക്കുന്നു. ആ രീതിയിൽ മറ്റൊരാളുടെ കോൺട്രിബ്യൂഷൻ എത്രയാകാം എന്ന് പറയുകയും അതിനെക്കുറിച്ചൊരു വിമർശനം പറയുകയും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവരെല്ലാം ഇതൊരു വേസ്റ്റ് ആക്ട് എന്നാണ് പറഞ്ഞത്. അതിലേറ്റവും പ്രകോപിതനായത് യൂദാസാണ്. യൂദാസ് ഒഴുകിപ്പോയ ആ സ്വച്ഛജടമാംസി തൈലത്തിൻ്റെ വില ആ നിമിഷം കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂദാ മിടുക്കനാണ്. ഈ അധ്യായത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ യൂദായുടെ കാൽക്കുലേഷൻ്റെ മിടുക്ക് രേഖപ്പെടുത്തി കാണുന്നുണ്ട്. വ്യത്യസ്ത റീഡിംഗ് ഉണ്ടെങ്കിലും ഈ അധ്യായത്തെ ബേസ് ചെയ്ത് പറയുകയാണ്. പടനായകന്മാരോടും പുരോഹിതന്മാരോടും പോയി തൻ്റെ സ്കില്ല് വ്യക്തമാക്കി തന്നെ മാർക്കറ്റ് ചെയ്ത് എന്നെക്കൊണ്ട് സാധിക്കും, പക്ഷേ ഞാൻ വളരെ കോസ്റ്റ്ലിയാണ് എന്ന് പറഞ്ഞ് 30 വെള്ളിക്കാശിന് ഏകദേശം വിലപേശി ഉറപ്പിച്ച് സന്തോഷത്തോടുകൂടെ തിരിച്ചുപോയ ഒരു മനുഷ്യനാണ് യൂദാസ്. അവർക്കും സന്തോഷം, യൂദാസിനും സന്തോഷം. യൂദാസിൻ്റെ സന്തോഷം 30 വെള്ളിക്കാശാണ്. 30 വെള്ളിക്കാശിന് സന്തോഷത്തിന് വകയുണ്ട്. ഒരടിമയുടെ വില 20 വെള്ളിക്കാശാണ്. ഒരടിമയ്ക്ക് കിട്ടുവാൻ സാധ്യതയുള്ള ഒരാൾ വാങ്ങണമെങ്കിൽ 20 വെള്ളിക്കാശാണ്. ഒറ്റിക്കൊടുപ്പിൻ്റെ വിലയും ഒരു അടിമയുടെ വിലയാണ്, ഒരു മനുഷ്യൻ്റെ വിലയാണ്. ഒരു മനുഷ്യനെ പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ 20 വെള്ളിക്കാശാണ്. അപ്പോൾ ഒരു വ്യക്തിയെ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു അടിമയെ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരാളെ ഒറ്റിക്കൊടുക്കുന്നതിനോ ആവശ്യമായ 20 വെള്ളിക്കാശിനേക്കാൾ 50% മാർക്കറ്റ് ചെയ്ത് കൂട്ടി എടുത്തിട്ടുണ്ട്. 30 വെള്ളിക്കാശാണ്. 30 വെള്ളിക്കാശ് നേടി ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ മനസ്സിൽ പ്ലാൻ കൊണ്ട് നടക്കുന്ന യൂദാസിന് 300 വെള്ളിക്കാശ് വെറുതെ പോകുന്നത് കണ്ടപ്പോൾ 300 വെള്ളിക്കാശ് ലഭിക്കണമെങ്കിൽ 30 ഗുരുക്കന്മാരെ ഒറ്റിക്കൊടുക്കണം. എല്ലാം വിലപേശലാണ്. എല്ലാത്തിനും മനുഷ്യന് കണക്കുണ്ട്. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കണക്ക് കൂട്ടിയിട്ടാണ്. ഒരു വിവാഹ കാര്യത്തിന് വേണ്ടി നമ്മൾ സമീപിക്കുമ്പോൾ പല കാര്യങ്ങളും നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഓരോരുത്തരെയും നമ്മൾ അസസ് ചെയ്യും. നമുക്ക് പറ്റുന്നതാണോ? ഈ പറ്റുന്നത് എന്നതിൽ ഒരു എക്കണോമിക്സ് ഉണ്ട്. ഇവിടെ നഷ്ടപ്പെടുത്തിയ തൈലത്തിലൊരു എക്കണോമിക്സ് ഉണ്ട്. ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശിൽ ഒരു എക്കണോമിക്സ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെ തുടക്കം മുതൽ അവസാനം വരെ എക്കണോമിക്സ് ഉണ്ട്. ആൺകുട്ടിയായുള്ള സന്തോഷവും പെൺകുട്ടിയായുള്ള ദുഃഖവും ഒക്കെ വരുന്നത് ഈ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്നേഹത്തിന് കണക്കില്ല. സ്നേഹത്തിന് കണക്ക് വയ്ക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഒഴുക്കിക്കളഞ്ഞ 300 വെള്ളിക്കാശിൻ്റെ സ്വച്ഛജടമാംസി തൈലത്തിന് പകരം വയ്ക്കാനായിട്ട് അവളുടെ സ്നേഹമാണുള്ളത്. അവളുടെ സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹത്തെ ഈ 300 വെള്ളിക്കാശ് കൊണ്ട് അളക്കാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും സ്നേഹത്തെ അളക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് നമ്മൾ കേട്ട് മറന്നൊരു കഥയുണ്ട്. ഒരു മനുഷ്യൻ പുതിയതായിട്ട് ഒരു കാറ് വാങ്ങണമെന്ന ആഗ്രഹമുണ്ടായി. പഴയ കാറുകളാണുള്ളത്. പഴയ കാറല്ല, അത്യാവശ്യം നല്ല കാറുകളാണ് അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനൊരു ഡ്രീം കാറുണ്ട്. അത് തൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നു നിൽക്കുന്നത് അദ്ദേഹം സ്വപ്നം കാണാറുണ്ട്. ഒരു BMW. കളർ പോലും ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വരാറുണ്ട്. ഒരു കറുത്ത BMW കാർ വീട്ടിലെ ഷെഡിലെ പഴയ മരുതിയുടെ ഒരു കാറ് മാറ്റിയിട്ട് ഈ കാറ് വന്നിരിക്കുന്ന ഒരു സ്വപ്നം. അദ്ദേഹം അതിനുവേണ്ടി അധ്വാനിച്ചു. അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി, സാമ്പത്തികമായുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി, ബുക്ക് ചെയ്തു. പക്ഷേ വെയിറ്റ് ചെയ്യണം. 6 മാസത്തെ വെയിറ്റിങ്ങിന് ശേഷം ഷോറൂമിൽ നിന്ന് കാറ് നേരെ വീട്ടിലെ ഷെഡിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഷെഡിൽ കാറുണ്ട്, സ്വപ്ന കാറ് വന്ന് നിൽക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു BMW, കറുത്ത കളർ. കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഭാര്യയെയും മകനെയും ഒക്കെ വിളിച്ച് കാണിച്ചു. അതിന് ചുറ്റും നടന്നു. വണ്ടി എടുക്കാൻ അദ്ദേഹം മുതിർന്നില്ല. കുറച്ച് സമയം കിടക്കട്ടെ, അത് കണ്ട് കൊതി തീരട്ടെ. അതിനുശേഷം അദ്ദേഹം അകത്തു പോയി. പിന്നെ പുറത്തു വന്നു. കാറ് നോക്കി സന്തോഷിച്ച് കുറച്ച് പൊടിയായിട്ടുണ്ട്. ഒരു തുണിയെടുത്ത് ആ പൊടി തട്ടിക്കളഞ്ഞു. അതിനുശേഷം ചെറുതായിട്ട് ഒന്ന് മയങ്ങി. ഒരു 4 മണിയായപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വീണ്ടും കാറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ എന്തോ പുറകിൽ അനങ്ങുന്നത് പോലെ തോന്നി. ആ കാറിൻ്റെ പുറകിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ 5 വയസ്സുകാരൻ മകൻ അതിൻ്റെ പുറകിലിരിക്കുക. കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഈ മനുഷ്യന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല. കയ്യിൽ കൂർത്ത ഒരു കമ്പിയുടെ കഷ്ണവും പിടിച്ച് ഈ കുട്ടി കാറിൻ്റെ പുറകിൽ കോറി വരയ്ക്കുകയാണ്.
കോറി വരയ്ക്കാൻ അവൻ ഭയങ്കര പ്രയാസപ്പെടുന്നുണ്ട്, കാരണം നല്ല പെയിൻറ്റുള്ള കാറാണല്ലോ. ഈ കോറി വരയ്ക്കുന്ന ഈ കുട്ടിയെ കണ്ടപ്പോൾ ഈ മനുഷ്യന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അദ്ദേഹം അലറി വിളിച്ച് ഈ കുട്ടിയെ തൂക്കിയെടുത്ത് കാറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി, കാർ ഷെഡിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി, കയ്യിൽ കണ്ട ഒരു ദണ്ടെടുത്ത് തലങ്ങും വിലങ്ങും തല്ലി. ദേഷ്യം തീർന്നപ്പോഴാണ് അദ്ദേഹം തൻ്റെ കയ്യിലെ ദണ്ട് നോക്കുന്നത്. അതൊരു തുരുമ്പിച്ച ഒരു ഇരുമ്പ് കമ്പിയായിരുന്നു. ഭാര്യ നിലവിളിക്കുന്നുണ്ട്, നിർത്ത് മനുഷ്യ, ഈ കുട്ടിയെ തല്ലല്ലേ. പക്ഷേ അദ്ദേഹത്തിന് ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല. ഇത്രയും മനോഹരമായുള്ളൊരു കാറ് അത് കുത്തി വരച്ച് പുറത്തു പോലും എടുത്തിട്ടില്ല. കുട്ടിയുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ കയ്യിൽ നിന്ന് ചോര ഒലിക്കുകയാണ്. ചോര ഒലിക്കുന്ന കുട്ടിയെ കണ്ടപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് തണുത്തു. അയ്യോ, ഇനി എന്താ ചെയ്യുക? ഉടനെ തന്നെ ഒരു ഓട്ടോ എടുത്ത് ഈ കുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. സീരിയസ് ആണ്, കോമ്പൗണ്ട് ഫ്രാക്ചറാണ്, എല്ലുകളെല്ലാം തകർന്നു കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, പ്ലാസ്റ്റിക് സർജറി പോലും സാധിക്കില്ല. കോമ്പൗണ്ട് ഫ്രാക്ചറാണ്, മാത്രമല്ല തകർന്നിരിക്കുക, എല്ലുകളൊക്കെ തകർന്നു പോയിരിക്കുക. അവർ പറഞ്ഞു ഈ 2 വിരൽ മുറിച്ച് കളയണം, വേറെ ഓപ്ഷനില്ല, വേറെ ഒന്നും ചെയ്യാനായിട്ട് അവിടെയില്ല. അവർ കൺസെൻ്റ് എഴുതി കൊടുത്തു. കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, 2 വിരലുകൾ മുറിച്ചു മാറ്റി, കൈ കെട്ടി വെച്ചിരിക്കുകയാണ്. കുട്ടിക്ക് ഓർമ്മ വന്നു, പപ്പ മമ്മി അവരെ കണ്ടു. കുട്ടിയുടെ അടുത്ത് ഈ മനുഷ്യനിരുന്ന് കരയുകയാണ്. പപ്പ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ കൈ നോക്കിയപ്പോൾ 3 വിരൽ മാത്രമേ പുറത്തുള്ളൂ, ബാക്കി കാണുന്നില്ല. അപ്പോൾ കുട്ടി ചോദിച്ചു, അപ്പ എൻ്റെ ഈ 2 വിരലുകൾ എപ്പോഴാണ് മുളച്ചു വരിക? അയാൾക്ക് സങ്കടം സഹിക്കാൻ സാധിച്ചില്ല. ആ മനുഷ്യൻ ഇറങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ കാർ ഷെഡിലിരിക്കുന്ന ആ BMW കാറ് അദ്ദേഹത്തിന് ഏറ്റവും വെറുക്കപ്പെട്ട ഒന്നായിട്ട് അനുഭവപ്പെട്ടു. അദ്ദേഹം പതുക്കെ ആ കാറിൻ്റെ പുറകിലേക്ക് പോയി. തൻ്റെ മകൻ എന്താണ് അവിടെ കാണിച്ചതെന്നറിയാൻ വേണ്ടി. കുറച്ചുകൂടെ പൊടി അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടി അദ്ദേഹം പതുക്കെ മായ്ച്ച് നോക്കിയപ്പോൾ അതിൽ വളരെ കഷ്ടപ്പെട്ട് ഈ കൂർത്ത ഒരു വസ്തു കൊണ്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കുട്ടി അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ഡാഡ് ഐ ലവ് യു. ഡാഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു ഐയും ഒരു ഹാർട്ടിൻ്റെ ചിഹ്നവും ഒരു യുവും, അത്ര എഴുതാൻ അറിയുള്ളൂ. ആ മനുഷ്യൻ തകർന്നു പോയി. ഡാഡിക്ക് ഈ BMW ഇത്രയും പ്രിയപ്പെട്ടതാണെങ്കിൽ, ഇത്രയും വിലയുള്ളതാണെങ്കിൽ, അതിനേക്കാൾ എനിക്ക് സ്നേഹം ഡാഡിയോടാണ്. അതാണ് ആ കുട്ടി പറയുവാനായിട്ട് ശ്രമിച്ചത്. പ്രിയമുള്ളവരെ, സ്നേഹത്തിന് വിലയിടാൻ നമുക്ക് സാധിക്കുകയില്ല. യേശു പറഞ്ഞത്, തൈലത്തിന് നിങ്ങൾക്ക് വിലയിടാം, സ്നേഹത്തിന് നിങ്ങൾക്ക് വിലയിടാനായിട്ട് സാധിക്കുകയില്ല. ഈ രാത്രിയിൽ നമ്മൾ വിലയിടുന്ന ഓരോന്നിൻ്റെ മുന്നിലും നമുക്ക് ഓരോ മോട്ടീവുണ്ട്. പക്ഷേ സ്നേഹത്തിന് വിലയിടുവാൻ സാധിക്കുകയില്ല എന്നൊരു വലിയ സത്യം ഈ കഷ്ടാനുഭവ ആഴ്ചയിലെ 1-ാമത്തെ അധ്യായം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു പറഞ്ഞത് മറ്റൊരു കാര്യം കൂടിയാണ്. ഇവൾ ഈ ചെയ്തത് എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. ഇവളുടെ പ്രവൃത്തി ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, ഒട്ടും പ്രയോജനമില്ലാത്തതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും, ഇവളെ ചെയ്തതുപോലെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കുകയില്ല. ചെറിയ ചെറിയ പ്രവൃത്തികൾ, നിസ്സാരമെന്ന് തോന്നുന്ന പ്രവൃത്തികൾ, അതിൻ്റെ ഇമ്പാക്റ്റ് ദൈവസന്നിധിയിൽ വളരെ വിലയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ 2 വെള്ളിക്കാശിട്ട ആ സ്ത്രീ ഏറ്റവും ചെറിയ ഡൊണേഷനും കൊടുത്ത് ആരും കാണാതെ സ്ഥലം വിട്ടപ്പോൾ അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എത്ര വലുതാണ്. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെയും ഈ സ്ത്രീയുടെ ഈ പ്രവൃത്തി ഘോഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ സത്യമുണ്ട്. ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് അതിരാവിലെ സമയം ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയയും സ്ത്രീകളും ഒക്കെ കല്ലറയുടെ മുന്നിലെത്തിയെന്നാണ്. അവർ എത്തിയത് യേശു ഉയർത്തെഴുന്നേറ്റൊന്ന് കാണാൻ വേണ്ടിയല്ല, തൈലം പൂശാൻ വേണ്ടിയാണ്. അവിടെ മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ 3-ാം ദിവസത്തെ ഒരു ചടങ്ങാണ് ശരീരത്തിൽ തൈലം പൂശണമെന്നുള്ളത്. അതിനുള്ള സുഗന്ധദ്രവ്യം വേണം. ഈ പാവപ്പെട്ടവർക്ക് എവിടെ നിന്നാണ് ഈ സുഗന്ധദ്രവ്യം വാങ്ങാനുള്ള പൈസ കിട്ടിയെന്നറിയില്ല. യേശുവിനെ അടക്കുമ്പോൾ തന്നെ മൂറിൻ്റെയും അകലിൻ്റെയും കൂട്ടി യേശുവിൻ്റെ ശിഷ്യന്മാരാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ജോസഫും മരിമത്തിയിലെ ജോസഫൊക്കെ നിക്കോദമോസും ഒക്കെയാണ് ആ കർത്തവ്യം ചെയ്തിട്ടുള്ളത്. ഈ സ്ത്രീകൾ എവിടെ നിന്നോ വാങ്ങിയ കുറച്ച് പരിമള തൈലമായിട്ട് വന്നപ്പോഴത്തേക്കും യേശു ഉയർത്തെഴുന്നേറ്റിരുന്നു. ആ കൊണ്ടുവന്ന തൈലം വേസ്റ്റായിപ്പോയി. ആ തൈലത്തിന് ആ ഒരു ഉപയോഗം നടന്നില്ല. അതിലും മുമ്പേ അതിലും എത്രയോ വില കൂടിയ സ്വച്ഛജടമാംസി തൈലം നേരത്തെ തന്നെ ഈ സ്ത്രീ യേശുവിൻ്റെ തലയിൽ, ചില സുവിശേഷങ്ങളിൽ കാലിൽ പൂശി, എൻ്റെ ശവസംസ്കാര ദിനത്തിനായിട്ട് ഇവൾ ചെയ്തതാകുന്നു എന്ന് യേശു മുന്നമേ അറിഞ്ഞ് അവളെ പ്രശംസിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയും അത് നിസ്സാരമല്ല, ദൈവസന്നിധിയിൽ വിലയുള്ളതാണ്. ഇവർ പറഞ്ഞ ദരിദ്രന്മാരുണ്ട്. ഈ ദരിദ്രന്മാർ
ദരിദ്രന്മാർക്ക് കൊടുത്തുകൂടെ എന്ന് യൂദാസ് പറഞ്ഞ 300 വെള്ളിക്കാശിൻ്റെ കണക്ക് എക്കണോമിക്സ്. യേശു പറഞ്ഞത് ദരിദ്രന്മാരെല്ലാം ഇപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്നാണ്. എന്താണിത്? ആവർത്തന പുസ്തകം 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കാം. ആവർത്തന പുസ്തകം 15-ാം അധ്യായം 11-ാം വാക്യം. ദരിദ്ര ദേശത്ത് അറ്റുപോകുകയില്ല, അതുകൊണ്ട് ദേശത്ത് അഗതിയും ദരിദ്രനുമായ സഹോദരന് നിൻ്റെ കൈ മനസ്സോടെ തുറന്ന് കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. ദരിദ്രദേശത്ത് അറ്റുപോകുകയില്ല. പക്ഷേ ദരിദ്രർ അവിടെ ഉള്ളത് നിൻ്റെ ധനത്തിന് ഒരു മുന്നറിയിപ്പാണ്. നിൻ്റെ കയ്യിലുള്ള ധനം കൂടുമ്പോൾ ദരിദ്രൻ അവിടെ ഇല്ലെങ്കിൽ നിനക്ക് എന്താണ് സഹായം, നീ എപ്രകാരം ആയിരിക്കേണ്ട ആളാണെന്ന് നിനക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദരിദ്രൻ, പോവർ ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രതീകമാണ്. ദരിദ്രർ ദൈവത്തിൻ്റെ പ്രതീകമാണ്. ആരോരുമില്ലാത്ത ഒരു ആലംബഹീനരായിട്ട് നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രതീകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത് അന്ത്യന്യായവിധിയുടെ ഉപമയാണ്. അവിടെ രാജാവ് വന്നിരിക്കുന്നു, ഇടതുള്ളവരുണ്ട് വലതുള്ളവരുണ്ട്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, അഗതിയായിരുന്നു, രോഗിയായിരുന്നു. കർത്താവ് പറയുന്നുണ്ട്, ഒരു വലിയ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്തു. അപ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ, നിങ്ങൾക്ക് റിവാർഡുണ്ട്. ഒരു കൂട്ടരോട് പറയുന്നു, എനിക്ക് വിശന്നു, എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല, അഗതിയും നഗ്നനും രോഗിയുമായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല, ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല. ഇത് എപ്പോൾ കർത്താവേ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ രാജാവ് പറയുന്ന ഒരു മറുപടിയുണ്ട്, ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്യാതിടത്തോളം എനിക്കാകുന്നു ചെയ്യാതിരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കണ്ട് കാണാതെ പോയ, നിങ്ങൾ കേട്ട് കേൾക്കാതെ പോയ, നിങ്ങൾ അറിഞ്ഞ് അറിയാതെ പോയ ഈ ദരിദ്രൻ, ഈ വിശന്നവൻ, ഈ ദാഹിച്ചവൻ, ഈ അഗതിയായി നടക്കുന്നവൻ, ഈ ഹോംലെസ്, അത് ഞാനായിരുന്നു. നിങ്ങൾ എന്നെയാണ് ഉപേക്ഷിച്ചത്. അതിൻ്റെ അർത്ഥം ദരിദ്രർ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അന്ത്യന്യായവിധിയിൽ ന്യായാധിപൻ്റെ സീറ്റിലിരിക്കുന്നത് ഈ ദരിദ്രനായി, അഗതിയായി, രോഗിയായി, തടവിലായി നിന്ന നിൻ്റെ സ്രഷ്ടാവാണ് എന്ന് നീ മറന്നു പോകരുതെന്നാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധ്വനി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബലഹീനരെ കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ മുഖമായിട്ട് തിരിച്ചറിയണം. ദരിദ്രരെ കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ മുഖമായിട്ട് തിരിച്ചറിയണം. ഭവനരഹിതരെ കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ മുഖമായിട്ട് തിരിച്ചറിയണം. ഉണ്ടാകുമായിരിക്കാം, പക്ഷെ നമുക്കുള്ള നിയോഗം ഒരിക്കലും മാറ്റാനായിട്ട് സാധിക്കുകയില്ല. ഈ നമ്മളുടെ മുന്നിൽ കാണുന്ന ദരിദ്രർ ന്യായാധിപനായിട്ട് വരുന്നൊരു കാലമുണ്ട്. ആ സമയത്ത് നമുക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിത യാത്രയിൽ ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രവാഹം നമ്മിൽ നിന്ന് വരട്ടെ. മറ്റുള്ളവർ ഒരുപക്ഷെ വിമർശിക്കുമായിരിക്കാം, മറ്റുള്ളവർ കുറ്റം പറയുമായിരിക്കാം, മറ്റുള്ളവർ കണക്ക് വെച്ച് അസസ് ചെയ്യുമായിരിക്കാം. നമ്മുടെ സ്നേഹത്തിന് പരിധിയില്ല. നമ്മുടെ സ്നേഹത്തിന് പരിധിയില്ലാത്ത സ്നേഹമാണ് നമുക്ക് ദൈവത്തോടുള്ളത്. തൻ്റെ ജീവനെ നൽകിയ സ്നേഹമാണ് ദൈവത്തിന് നമ്മോടുള്ളത്. അതുകൊണ്ട് ഈ സ്ത്രീയെ, സ്വച്ഛ ജഡമാംസി തൈലും കർത്താവിന് പൂശിയ സ്ത്രീയെ നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത്, അവരെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞ ആ വാക്ക്, ഇവളെങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. നല്ല പ്രവൃത്തി ചെയ്യുവാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് തലകള വണക്കാം.